ഒരാഴ്ചക്കിടെ 3 മരണങ്ങൾ, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 3 കൊലപാതകങ്ങൾ. ഈ മരണങ്ങൾക്കൊക്കെ ശേഷം അവരനുഭവിച്ച യാതനകൾ, അക്രമങ്ങൾ, അബ്യൂസസ്, പീഡനങ്ങളെല്ലാം വീണ്ടും വീണ്ടും പറയുന്നതിന് പകരം മാതാപിതാക്കളോട്, സഹോദരങ്ങളോടൊക്കെയും പറയാനുള്ളത് ഒന്ന് മാത്രമാണ്. അവരുടെ ജീവനേക്കാൾ വലുതല്ല നിങ്ങൾ അവർക്ക് കണ്ടുവച്ച അല്ലെങ്കിൽ വില കൊടുത്തു മേടിച്ച ജീവിതങ്ങളൊന്നും തന്നെ. ഇനി പറയാനുള്ളത് ഇപ്പോഴും ഇത്തരത്തിൽ അബ്യൂസസ് നേരിടുന്ന സ്ത്രീകളോട് കൂടിയാണ്. ജീവൻ അവസാനിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് നിങ്ങൾക്ക് വേണ്ടാത്തൊരു ജീവിതം അവസാനിപ്പിക്കാൻ. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട യുവതിയുടെ സുഹൃത്തിനോ മറ്റോ അയച്ച മെസ്സേജിൽ സ്ട്രൈക്ക് ചെയ്തൊന്നുണ്ട്. സുഹൃത്ത് ആ മരണപ്പെട്ട ആളോട് പറയുന്ന ഒരു കാര്യം, കുഞ്ഞിനെ കൂടി ഓർക്കണമെന്ന്. അവരോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയുണ്ടെങ്കിലേ കുഞ്ഞുള്ളൂ. വിവാഹം എന്നതിന്റെ പേരിൽ ഒരാളും ഒരാളുടെ അടിമയല്ല. അക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഒരാളുമല്ല. ഇതൊന്നും എളുപ്പമല്ല എന്നറിയാം. ഡിവോഴ്സ്ഡ് ആയ സ്ത്രീകൾ സംഘടിപ്പിച്ച യാത്രയുടെ വീഡിയോയുടെ അടിയിൽ വന്ന് തങ്ങളുടെ അരിശം തീർത്ത മനുഷ്യരുള്ള നാടുകൂടിയാണ് ഇതെന്ന് വ്യക്തമായ ബോധമുണ്ട് എനിക്ക്. പക്ഷേ മുന്നേ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ അവസാനിപ്പിക്കേണ്ടത് ഏതെന്ന് ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഒരു വിവാഹിത ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ തുനിയുന്നവരോടാണ് ഇനി. മാളിയേക്കൽ മറിയുമ്മ പറഞ്ഞത് കൂട്ടിച്ചേർക്കുന്നു. നന്നായി പഠിക്കുക, പണി മേടിക്കുക, പറ്റിയ ആളെ പരിചയപ്പെട്ടാൽ മാത്രം വിവാഹം കഴിക്കുക. വിഭജിക ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി ചേർത്ത പോലെ ഈ കൊലയാളികളെല്ലാം സ്ത്രീധനം മേടിച്ചതിൽ അഭിമാനം കൊള്ളുന്ന നിങ്ങളടക്കം ശിക്ഷിക്കപ്പെടട്ടെ. വെറുതെ വിടാതെ പോകട്ടെ.